നമസ്കാരം. നമുക്ക് ഇൻ്റഗ്രേഷൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് കിടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രീ ഫോൾ മോഷനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചതാണ്. ഫ്രീ ഫോൾ മോഷൻ ഈസ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ വിത്ത് യൂണിഫോം ആക്സിലറേഷൻ. The acceleration due to gravity, that is 9.8 meter per second square, or if the unit is in the distance, unit is in the feet, then the acceleration due to gravity is 32 feet per second square. So free fall motion is the uniformly accelerated motion with the uniform acceleration 9.8 meter per second square or 32 feet per second square. നമുക്ക് അതിൻ്റെ പ്രോബ്ലംസ് നോക്കാം. പ്രോബ്ലംസ് നോക്കുമ്പോൾ നമുക്ക് നേരത്തെ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ്റെ ഫോർമുലാസ് നമ്മൾ കണ്ടതാണ്. എസ് ടി ഈക്വൽ ടു എസ് നോട്ട് പ്ലസ് വി നോട്ട് ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആൻഡ് വി ടി ഈക്വൽ ടു വി നോട്ട് പ്ലസ് എ ടി. ഇത് ഇവിടെയുള്ള യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനിലെ കോൺസ്റ്റൻ്റ് ആക്സിലറേഷൻ ആയിരുന്നു. ഫ്രീ ഫോൾ മോഷൻ ആകുമ്പോൾ ഈ ആക്സിലറേഷന് വരും മൈനസ് ജി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. മൈനസ് ജി എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഫ്രീ ഫോൾ മോഷനിൽ നമ്മളെപ്പോഴും ഈ താഴെ നിന്ന് മുകളിലേക്ക് പോകുന്നതിനെയാണ് പോസിറ്റീവ് ഡയറക്ഷൻ എന്ന് പറയുക. ഫ്രീ ഫോൾ മോഷൻ എടുക്കുമ്പോൾ അത് മുകളിൽ നിന്ന് താഴേക്കാണ് വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നെഗറ്റീവായിട്ടാണ് ആ ഡയറക്ഷനെ കാണിക്കുക. അപ്പോൾ ഇവിടെ ഈ ഫോർമുലാസിൽ എക്ക് പകരം മൈനസ് ജി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ഫ്രീ ഫോൾ മോഷനിലെ ഫോർമുലാസിലേക്ക് നമ്മൾ എത്തുക. ഇതാണ് ഫ്രീ ഫോൾ മോഷനിലെ ഫോർമുലാസ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. എ ബോൾ ഈസ് ഹിറ്റ് ഡയറക്ട്ലി അപ്വേർഡ് വിത്ത് ആൻ ഇനിഷ്യൽ വെലോസിറ്റി 49 meter per second and is struck at a point that is 1 meter above the ground. Assuming that the free fall model applies, how high will be the ball travel? ഇതാണ് ചോദ്യം. അപ്പോൾ നമ്മുടെ ഫോർമുലാസിൽ യൂസ് ചെയ്യുന്ന സിമ്പലുകളിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളതെന്ന് നോക്കാം. ആദ്യം ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട് 49 meter per second, that is denoted as V naught. V naught equal to 49 meter per second. അപ്പോൾ അത് തന്നെ എടുത്തെഴുതാം. Given that V naught equal to 49 meter per second and is struck at a point that is 1 meter above the ground. അപ്പോൾ S നോട്ടിന് പകരം 1 meter എന്ന് കൊടുക്കാം. S naught equal to 1 meter. Assuming the free fall motion, so we can use A equal to minus G. Minus G means minus 9.8 meter per second square. How high will the ball travel എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ എത്ര ടൈം അത് സഞ്ചരിച്ചാലാണ് ഏറ്റവും മാക്സിമം ഹൈറ്റിൽ അതിന് എത്താൻ പറ്റുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എത്ര സമയം സഞ്ചരിച്ചു എന്നറിയണമെങ്കിൽ നമുക്ക് ഇവിടെ ഏറ്റവും ഹൈറ്റിൽ വെലോസിറ്റി 0 ആണ്. അതായത് വെലോസിറ്റി 0 ആകുമ്പോഴാണ് അതിൻ്റെ മുകളിലേക്കുള്ള പോക്ക് അവസാനിച്ചത് താഴേക്ക് വരാൻ തുടങ്ങുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ വി ടിയുടെ ഫോർമുല എഴുതിയിട്ട് ഇവിടെ വി നോട്ടും ജിയും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് ഇതിങ്ങനെ എഴുതിയത്. വി ടിക്ക് വരം 0 കൊടുക്കുക. അപ്പോൾ അറ്റ് ദി മാക്സിമം ഹൈറ്റ് velocity will be 0, so minus 9.8 t plus 49 equal to 0, therefore t equal to 5 എന്ന് കിട്ടും. Then we can find the maximum height by substituting t equal to 5 in this formula. സോ അപ്പോൾ ഇവിടെ എസ് നോട്ടിന് വരാം വാല്യൂസൊക്കെ കൊടുത്തിട്ടുണ്ട്. 1 ഇവിടെ എസ് നോട്ട് ഈക്വൾ ടു 8 എന്ന് കൊടുത്തത് അത് തെറ്റാണ്. ഇവിടെ 1 ആണ്, 1 മീറ്ററാണ്. ഇവിടെ കറക്റ്റിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തിരുത്തുക. ഇത് എസ് നോട്ട് ഈക്വൾ ടു 1 എന്നാണ് എഴുതിയിട്ട് നമ്മുടെ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ടിക്ക് വരാം ഇവിടെ നിന്ന് 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ എഴുതുമ്പോൾ നമ്മുടെ ചോദ്യം ആൻസർ കിട്ടിക്കഴിയും. ദെൻ അടുത്ത ചോദ്യം. എ പെന്നി ഈസ് റിലീസ്ഡ് ഫ്രം ദ റെസ്റ്റ് നിയർ ദ ടോപ്പ് ഓഫ് ദി എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് അറ്റ് എ പോയിൻറ്റ് ദാറ്റ് ഈസ് 1250 feet. അപ്പോൾ ഇവിടെ ഫീറ്റ് എന്നുള്ള യൂണിറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ജിക്ക് പകരം 32 feet per second square എന്ന് ചേർക്കാൻ ഓർക്കുക. Assuming that the free fall model applies, how long does it make for
the penny to hit the ground and what is its speed at the time of impact. സെയിം രീതിയിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്തെഴുതാം. ഇവിടെ എസ് നോട്ട് എന്നുള്ളത് ഇനിഷ്യൽ ഹൈറ്റ് 1250 ഫീറ്റാണ്. സോ എസ് നോട്ട് ഈക്വൽ ടു എടുത്തെഴുതുക. ഇനിഷ്യൽ വെലോസിറ്റി റെസ്റ്റിൽ നിന്നാണ് അത് താഴേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങുക. അതുകൊണ്ട് വി നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഇത് ഇത്രയും കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഫോർമുലാസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ എസ് ടിയുടെ വാല്യൂ -6, ജിക്ക് വരെ -32 കൊടുക്കുക. ജിക്ക് വരെ അല്ല, നമ്മുടെ ഫോർമുലാസിൽ നമ്മുടെ എക്ക് ഇവിടെ കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് -32 ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂസ് എടുക്കുക. അപ്പോൾ ഇവിടെ അടുത്ത നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഗ്രൗണ്ടിൽ ഇത് ടച്ച് ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ സ്പീഡെന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുമ്പോൾ ഇവിടെ എസ് ടി ഈക്വൽ ടു 0 ആവും. അപ്പോൾ എസ് ടി 0 ആവാൻ എത്ര ടൈം എടുക്കും എന്നുള്ളത് കണ്ടുപിടിക്കുക. ടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാൻ വി ടിക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നേരത്തെ ചോദ്യം പോലെ തന്നെയാണ്, ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ വെലോസിറ്റി 0 ആകുമ്പോഴുള്ള ടി കണ്ടുപിടിച്ച് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും. ഇവിടെ ഡിസ്റ്റൻസ് 0, കാരണം ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുമ്പോഴാണ് ചോദ്യം. അപ്പോൾ ഡിസ്റ്റൻസ് 0 ആക്കിയിട്ട് വെലോസിറ്റിയിലേക്ക് ടിയുടെ വാല്യൂ എടുത്ത് വെലോസിറ്റിയിൽ കൊടുത്ത് വെലോസിറ്റി വി ഓഫ് ടിയിൽ കൊടുത്തിട്ട് വി ഓഫ് ടിയിൽ ടിക്ക് പകരം വാല്യൂ കൊടുത്ത് നമ്മുടെ ആൻസറിലേക്ക് എത്താൻ പറ്റും. സ്പീഡെന്ന് പറയുമ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. അങ്ങനെ ആൻസറിലേക്ക് എത്താം. ഇത് നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. ഇൻ്റഗ്രേഷൻ ഓഫ് റേറ്റ് ഓഫ് ചേഞ്ച് നമ്മുടെ ഫണ്ടമെൻ്റൽ തിയറം പറയുന്നത് അനുസരിച്ചാണ്. അത് നമ്മൾ നോക്കിയിട്ടുണ്ട്. അത് ഇടാം. അടുത്ത് നമ്മൾ ഫോർമുല തന്നു കഴിഞ്ഞു. നമുക്ക് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള റിലേഷൻ, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ മോഡുലസ് ഓഫ് വെലോസിറ്റി ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ വെലോസിറ്റിയെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ചോദ്യം, സപ്പോസ് ദാറ്റ് ദ പാർട്ടിക്കിൾ മൂവ്സ് ഓൺ എ കോർഡിനേറ്റ് ലൈൻ സോ ദാറ്റ് ഇറ്റ്സ് വെലോസിറ്റി അറ്റ് ടൈം ടി ഈസ് വി ടി ഈക്വൽ ടു t² - 2t m/s. ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ വി ടി, അതായത് t² - 2t തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക ഡ്യൂറിങ് ദ ടൈം ഇൻ്റർവെൽ 0 to 3. അപ്പോൾ ഇൻ്റർവെൽ 0 to 3 t² - 2t കണ്ടുപിടിച്ചാൽ ഡിസ്പ്ലേസ്മെൻറ്റും, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഇൻ്റർവെൽ 0 to 3 മോഡുലസ് ഓഫ് t² - 2t കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ആദ്യം ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര കിട്ടുമെന്ന് നോക്കാം. ഇൻ്റർവെൽ 0 to 3 t² - 2t, t² ഇൻ്റഗ്രൽ എഴുതി t³ - 2t 2 × t²/2. 2 കട്ട് ചെയ്ത് പോയി. ദെൻ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. 0 to 3 വാല്യൂ നോക്കുമ്പോൾ ദാറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു 0, വിച്ച് മീൻസ് പാർട്ടിക്കിൾ ഏത് പോയിന്റിൽ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത്, മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്, അതേ പോയിന്റിൽ തന്നെ അത് തിരികെ എത്തിയിട്ടുണ്ട്. ദെൻ നമുക്ക് ഡിസ്റ്റൻസ് ട്രാവൽഡ് കണ്ടുപിടിക്കാൻ മാഗ്നിറ്റ്യൂഡാണ് എടുക്കേണ്ടത്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ നമ്മൾ 0 മുതൽ 3 വരെയാണ് നമ്മുടെ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ വെലോസിറ്റി എപ്പോഴാണ് നെഗറ്റീവ് ആവുന്നത് നോക്കുക. അപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ അതിനെ പോസിറ്റീവ് ആക്കി എടുക്കണമല്ലോ, അബ്സല്യൂട്ട് വാല്യൂ എടുക്കാൻ. അപ്പോൾ അതിനെ t² - 2t ടി പുറത്തെടുത്ത് t - 2 എന്ന് എഴുതുക. അപ്പോൾ ഇതെപ്പോഴാണ് നെഗറ്റീവ് ആവുന്നത്? അപ്പോൾ ടി 0-നും 2-നും ഇടയിൽ എപ്പോഴും 0-നും 3-നും ഇടയിൽ എപ്പോഴും പോസിറ്റീവാണ്. ഇനി t - 2 എന്നുള്ള ഫാക്ടറാണ് ഈ വി ടിയെ സൈൻ നിർണ്ണയിക്കുക. അപ്പോൾ 0 മുതൽ 3 വരെ ഉള്ളതിൽ ഏതിനും ഇടയിലുള്ളതിലാണ് t - 2 നെഗറ്റീവ് ആവുക. അപ്പോൾ 2-നേക്കാൾ കുറഞ്ഞ വാല്യൂ നമ്മൾ ടിക്ക് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് t - 2 നെഗറ്റീവ് ആവുന്നത് കാണാം. അപ്പോൾ 0 മുതൽ 2 വരെയാണ് t - 2 നെഗറ്റീവ്, 2 മുതൽ 3 വരെ t - 2 പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ ഇൻ്റഗ്രൽ 0 to 2 മൈനസ് വി ടി കൊടുക്കേണ്ടി വരും. കാരണം എന്താണ്, ഈ 0 മുതൽ 2 വരെ ഇവിടെ വി ടി നെഗറ്റീവാണ്. അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ആണ് നമുക്ക് ഇൻ്റഗ്രേഷൻ എടുക്കേണ്ടത്. അപ്പോൾ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വാല്യൂസ് വന്നാൽ അതിനെ പോസിറ്റീവ് ആക്കുക.
എക്സ് നെഗറ്റീവ് ആണെങ്കിൽ മോഡ് എക്സ് എന്ന് പറയുന്നത് മൈനസ് എക്സ് ആണ്. അതാണ് നമ്മുടെ ഡെഫിനിഷൻ. അതുകൊണ്ടാണ് ഇവിടെ മൈനസ് ബി ടി എന്ന് കൊടുത്തത്. അപ്പോൾ ഇവിടെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ. അപ്പോൾ ഇൻ്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്തു. 0 to 2 വരെ ഒരു ഇൻ്റഗ്രേഷൻ, 2 to 3 ഒരു ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 2 ചെയ്യുമ്പോൾ മൈനസ് ഓഫ് ടി സ്ക്വയർ മൈനസ് 2t ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അതുപോലെ ഇൻ്റഗ്രൽ 2 to 3 ടി സ്ക്വയർ മൈനസ് 2t ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ആൻസർ 8/3 എന്ന് നമുക്ക് കിട്ടും. ഇതുപോലെ തന്നെയാണ് നമുക്ക് ഏരിയ കണ്ടുപിടിക്കേണ്ട ഒരു ചോദ്യം ചോദിച്ചാലും. ഫൈൻഡ് ദി ടോട്ടൽ ഏരിയ. നമ്മളിപ്പോൾ y = 1 - x² എന്നുള്ള ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ y = 1 - x² ഒരു പരാബോളയാണെന്ന് കാണാം. ആൻഡ് ദ എക്സ് ആക്സിസ് ഓവർ ദ ഇൻ്റർവൽ 0 to 2, 0 മുതൽ 2 വരെയുള്ള എക്സ് ആക്സിസിലെ പോയിൻറ്റുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് y = 1 - x² എന്നുള്ള ഗ്രാഫിൽ എക്സ് ആക്സിസിനും ഇടയിലുള്ള ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഫിഗറിൽ കാണുന്ന പോലെ കുറച്ച് പോർഷൻസ് താഴെയായിട്ട് പോരും. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്, ഇതുപോലെയുള്ള ഏരിയ ഇവാലുവേറ്റ് ചെയ്യാൻ. അപ്പോൾ ഇത് നെറ്റ് ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് 0ലേക്ക് പോകും. നെറ്റ് ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ അബ്സല്യൂട്ട് വാല്യൂ എടുത്ത് ചെയ്യേണ്ടി വരും. കാരണം ഇതും കൂടെ അങ്ങ് മുകളിൽ പോസിറ്റീവ് ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. സൈൻഡ് ഏരിയ എന്ന് പറയുമ്പോഴാണത് ഈ ഏരിയ ഇതിൽ നിന്ന് കുറഞ്ഞ് കാണും. അപ്പോൾ നമുക്കിവിടെ ഫൈൻഡ് ദി ടോട്ടൽ ഏരിയ എന്നാണ്. അപ്പോൾ നിങ്ങൾ നെറ്റ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ മോഡ് 1 - x² ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നേരത്തെ പോലെ തന്നെ 1 - x² 1 - x × 1 + x എന്ന് എഴുതാം. അതിൽ 0 മുതൽ 2 വരെ 1 + x എപ്പോഴും പോസിറ്റീവാണ്. 1 - x നെഗറ്റീവ് ആവുന്നത് 0 മുതൽ 1 വരെയാണ്. 1 മുതൽ 2 വരെയാണ്. തിരിച്ചാണല്ലോ കുറച്ച് വയ്ക്കണം. 1 - x ആണല്ലോ. അപ്പോൾ 1 മുതൽ 2 വരെ, ഒന്നിനേക്കാൾ വലിയ വാല്യൂസ് കുറയ്ക്കപ്പെടുമ്പോഴാണ് നെഗറ്റീവായി മാറുക. അപ്പോൾ 0 മുതൽ 1 വരെ പോസിറ്റീവും 1 മുതൽ 2 വരെ നെഗറ്റീവുമാണ്. ദെൻ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ആൻസറിലേക്ക് വരാൻ പറ്റും. ആവറേജ് വാല്യൂ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ എടുത്തതാണ്, അതുകൊണ്ട് അത് ക്ലാസ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ എനിക്ക് തോന്നുന്നു ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡൂടെ ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ പ്രത്യേകിച്ച് നിങ്ങൾ +2 പഠിച്ചിട്ടുള്ളതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. അപ്പം 1-2 ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ 2 രീതിയിൽ ഇതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ x² + 1² ഇൻറ്റു എക്സ് എന്നാണ് ചോദ്യം. ഇതിൽ x² + 1ൻ്റെ ഡെറിവേറ്റീവാണ് 2x. 2xൽ എക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ x² + 1 പകരം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. പുട്ട് u = x² + 1, ദെൻ du = 2x dx. അതിൽ എക്സ് ഡി എക്സിന് വരാം, കാരണം ഇവിടെ എക്സും ഡി എക്സും ആണല്ലോ ഉള്ളത്. അപ്പോൾ എക്സ് ഡി എക്സിന് വരാം du/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ x × x² + 1² dx കണ്ടുപിടിക്കാൻ ഇൻ്റഗ്രൽ എക്സ് ഡി എക്സിന് വരാം du/2 എന്ന് കൊടുക്കുക. ഇത് x² + 1³ വരാം u³ എന്നും കൊടുക്കാം. അപ്പോൾ ആൻസർ 1/2 കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കുക. ഇൻ്റഗ്രൽ u³ du എന്നായി. u³ ഇൻ്റഗ്രൽ u⁴/4. ദെൻ യുവിന് വരെ റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ x² + 1² എന്ന് കിട്ടും. ദെൻ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഇൻ്റഗ്രൽ 0 to 2 ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടിയ ഈ ആൻസറിൽ എക്സിന് വരം 0 to 2 ലിമിറ്റ് അപ്ലൈ ചെയ്ത് ആൻസർ ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ ആൻസർ 78 കിട്ടും. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത വഴിക്ക് തന്നെ നമുക്ക് ലിമിറ്റും കൂടെ മാറ്റി ഒരുമിച്ച് നമുക്ക് ആൻസറിലേക്ക് വരാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റെപ്പുകളൊക്കെ ഇത് തന്നെയാണ്. പുട്ട് u = x² + 1, ദെൻ du/2 = x dx. ആ കൂട്ടത്തിൽ തന്നെ ലിമിറ്റും കൂടെ മാറ്റുക. നമുക്കിവിടെ എക്സിന് 0യും എക്സിന് 2 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ എക്സിന് 0 കൊടുത്താൽ യുവിന് പകരം 1 എന്ന് കിട്ടും. അതുപോലെ എക്സിന് 2 എന്ന് കൊടുത്താൽ 2² + 1 യുവിന് പകരം 5 എന്ന് കിട്ടും. അപ്പോൾ നമ്മളിവിടെ ഇൻ്റഗ്രേഷൻ ഒരുമിച്ച് തന്നെ ചെയ്താൽ
ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന മുറയ്ക്ക് തന്നെ 0-ന് പകരം 1-ഉം 2-ന് പകരം 5-ഉം കൊടുക്കുക. ദെൻ ബാക്കി u³/2 duനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. സെയിം രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇതും ഒരേ രീതി ഒരേ ആൻസറാണ് നമുക്ക് തരിക. അതിൽ ഏത് മെത്തേഡാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുള്ളത് എനിക്കാണ് ഇതായിരിക്കും നല്ലത്. ലിമിറ്റും കൂടെ കൈയുടനെ തന്നെ മാറ്റി ഇൻ്റഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ ആൻസറിലേക്ക് എത്താൻ ശ്രമിക്കുക. ഇനി ചോദ്യങ്ങൾ ഒരുപാടുണ്ട് ഇതിനകത്ത്. അപ്പം ഇവിടെ നോക്കുക, sin⁵5 2x × cos 2x എന്നാണ്. ഇവിടെ sin 2xൻ്റെ ഡെറിവേറ്റീവ് 2 × cos 2x എന്നാണ്. അതിൽ 2 ഇല്ല, cos 2x dx ഉണ്ട്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത് sin 2xന് വരമാണ്. അപ്പോൾ du = sin 2x, then du = 2 × cos 2x dx. therefore du/2 ഇതായിരിപ്പുണ്ട് cos 2x dx. then substitute when x = 0, u = sin 2 × 0, sin 0 0, and x = π/8, u = sin 2 × π/8 means π/4. sin π/4 is 1/√2. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ 0 to π/8 ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടതിന് പകരം ഇൻ്റഗ്രൽ 0 to 1/√2 ചെയ്യാം. ദെൻ sin 2xന് വരെ u⁵5, cos 2x dxന് വരം du/2 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 1/2 പുറത്തെഴുതി, ബാക്കി എഴുതി. ദെൻ u⁵5ൻ്റെ ഇൻ്റഗ്രൽ u⁵6/6 അണ്ടർ ദ ലിമിറ്റ് 0 to 1/√2. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ 1/96 എന്ന് കിട്ടും. ഇതേ രീതിയിൽ നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. ഇൻ്റഗ്രൽ 2 to 5 2x - 3 × x - 3 9. അപ്പോൾ ഇവിടെ ആർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം എന്നുള്ളത് ഈ പവർ ഇല്ലാത്ത ടേമിന് പവറുള്ള ടേമിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴാണ് നമുക്കിവിടെ u കൊടുക്കുമ്പോൾ u⁵9 എന്നുള്ള ടേം വന്ന് ഇൻ്റഗ്രേഷനിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ x - 3ക്ക് വരെ u കൊടുക്കുക. അപ്പോൾ du കണ്ടുപിടിച്ചാൽ ദാറ്റ് ഈസ് സെയിം ആസ് dx. ഇവിടെ എക്സിന് പകരം u+3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കാരണം u = x - 3 ആണല്ലോ. അപ്പോൾ x കണ്ടുപിടിച്ചാൽ അതിൽ നിന്ന് u+3 എന്ന് കിട്ടും. അപ്പോൾ 2x - 3ക്ക് വരം 2 × u+3, ഇവിടെ സ്റ്റെപ്പ് ഉണ്ട് -5, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ u+1 എന്ന് കിട്ടും. ഇനി ലിമിറ്റും കൂടെ മാറ്റുക. എക്സിന് വരം 2ഉം എക്സിന് വരം 5ഉം കൊടുക്കുക, u കണ്ടുപിടിക്കാം. എക്സിന് വരെ 2 കൊടുത്താൽ 2 - 3 ദാറ്റ് ഈസ് -1. എക്സിന് വരെ 5 കൊടുത്താൽ 5 - 3 ദാറ്റ് ഈസ് 2. സോ അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ -1 to 2, ഇവിടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആവും. ആവറേജ് വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് f(x)ൻ്റെ ആവറേജ് വാല്യൂ ഓവർ ദി ഇൻ്റർവൽ a to b കണ്ടുപിടിക്കാൻ 1/b - a ഇൻ്റഗ്രൽ a to b f(x) dx ഫോർമുലയാണ്. അപ്പോൾ ഇവിടെ 1/b - a എന്ന് പറയുമ്പോൾ 3 - 1 ഇൻറ്റു ഇൻ്റഗ്രൽ 1 to 3 cos π/x/x² dx. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ π/x വരെ u എന്ന് കൊടുക്കുക. അപ്പോൾ cos u എന്ന് വരും, ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഈസി ആയി. അപ്പോൾ u = π/x, therefore du = -π/x². 1/xൻ്റെ ഡെറിവേറ്റീവ് 1/x² -1/x². സോ അവിടെ നിന്ന് നമുക്ക് -1/π du 1/x² dxന് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ എക്സിന് വരെ 1 കൊടുക്കുക, u = π ആവും. എക്സിന് വരെ 3 കൊടുക്കുക, u = π/3. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആൻസറായി. ദെൻ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ നമുക്ക് വേണ്ട ആൻസറായി. അപ്പോൾ ഇത് ആയിക്കഴിഞ്ഞാൽ ഈ നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ കഴിയും. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ തുടങ്ങാം. ഓക്കെ, താങ്ക് യു.